നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്ന ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രമാണ് യൂത്ത്. ഒരു പക്ക കളർഫുൾ സ്കൂൾ ലൈഫ് എന്റർടൈനർ മൂവിയാണിത്. കെൻ കരുണാസ് ആണ് ഈ ഒരു സിനിമ കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. സോ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുതുമകളൊന്നും ഓഫർ ചെയ്യാനില്ലാത്ത ഒരു നോർമൽ കഥയാണ് സിനിമയ്ക്കുള്ളത്. പക്ഷെ കാണുന്ന നമുക്ക് യാതൊരു വിധത്തിലും അടുപ്പടിക്കാതെ സിനിമ ഫുള്ള് കാണാനും പറ്റുന്നുണ്ട്. ഒരു പക്ക എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫൺ എന്റർടൈനർ മൂവിയാണിത്. സോ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കെന്നിന്റെ സ്കൂളും അവിടുത്തെ കോമഡിയും പിന്നെ കൂട്ടുകാരും പിന്നെ അവന്റെ ലവും ക്രഷും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു സിനിമയ്ക്ക് ഉണ്ടാവുന്നത്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ ചെറിയ രീതിയിൽ നമുക്ക് ഒരു ഡ്രാഗിങ് ഫീൽ ഒക്കെ തോന്നും. പിന്നെ കുറച്ച് ക്രിഞ്ച് പരിപാടിയൊക്കെ ഉണ്ട്, റൊമാൻസും പരിപാടിയിലൊക്കെ. പക്ഷെ സിനിമ പ്രോഗ്രസ് ആകുമ്പോൾ അതൊരു ഇമോഷണൽ ട്രാക്കിലേക്ക് പോവുകയും പിന്നെ നമുക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് തന്നിട്ടാണ് സിനിമ തീരുന്നത്. സോ കെന്നിന്റെ ഒരു ഡെബ്യൂ ഡയറക്ടോറിയലാണ് ഈ ഒരു സിനിമ. സോ ആ ഒരു രീതി നോക്കി കഴിയുമ്പോൾ നല്ലൊരു വർക്ക് തന്നെയാണ് ഈ ഒരു സിനിമ. ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശാണ്. മ്യൂസിക്കും പരിപാടിയൊക്കെ കൊള്ളായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് കെന്നിന്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. കെന്ന് നല്ല കില്ലൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ കെന്നിന്റെ ഫ്രണ്ട്സ് ഗ്യാങ് അവരും കൊള്ളായിരുന്നു, നല്ല ഫൺ പരിപാടിയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് സുരാജ് വെഞ്ഞാറമൂടിന്റെ ദേവദർശിനിന്റെ ഒരു കോംബോയാണ്. അവരുടെ ആ ഒരു ഇമോഷണൽ ട്രാക്ക് ഒക്കെ നല്ലതായിട്ട് വർക്കായിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഫൺ എന്റർടൈനർ മൂവിയാണ് ഈ യൂത്ത് എന്ന് പറയുന്ന പടം. സോ ഈ ഒരു സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്യുന്നത്. സോ കൂടുതൽ റിവ്യൂസിനും റെക്കമെൻഡേഷനുമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ കൺസിഡർ ചെയ്യുക.